Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു യൂനുസിലെ 107-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. وإن يمسسك الله, അല്ലാഹു നിന്നെ ബാധിപ്പിച്ചാൽ, നിന്നെ സ്പർശിപ്പിച്ചാൽ, ബിളുരിൻ ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പ്രയാസം, ഫലാ കാശിഫ ലഹു, ഫല അപ്പോൾ ഇല്ല, കാശിഫ ദൂരീകരിക്കുന്നവൻ, നീക്കിക്കളയുന്നവൻ, ലഹു അതിനെ, ഇല്ലാഹു അവനല്ലാതെ. യുരിദ്ക ബി ഖൈരിൻ, ഇനി അവൻ താങ്കൾക്ക് ഒരു ഖൈറ്, ഒരു നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ഒരു ഗുണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ഫല അപ്പോൾ ഇല്ല, റാദ്ദ തടയുന്നവൻ, ലി ഫളിഹി അവൻ്റെ ഔദാര്യത്തെ, യുസീബു ബിഹി അവനത് നൽകുന്നു, മൻ യശാഉ മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഹുവൽ ഗഫൂറു അവൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീം ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. മസ്സ എന്നുള്ളതിനുണ്ടായ വാക്കാണ്, മസ്സ യമസ്സു അതിനുണ്ടായതാണ് യംസസ്. ഇന്ന് വന്നുകൊണ്ട് സീനിൻ്റെ കെട്ടഴിച്ചതാണ്, ഇന്ന് അതിൻ്റെ ആദ്യം വന്നുകൊണ്ട്. യംസസ്ക താങ്കളെ, കാരണം താങ്കളെ സ്പർശിച്ചാൽ, താങ്കളെ ബാധിച്ചാൽ, ബാധിപ്പിക്കുക അള്ളാഹു എന്തെങ്കിലും ഒരു ദുരിതം താങ്കൾ കണച്ചാൽ, ഒരു ദുരിതം ഉണ്ടാക്കിയാൽ, ദുരിതം സംഭവിപ്പിച്ചാൽ, ബിലുരിൻ ഫലാ കാശിഫ ലഹു അപ്പോൾ അതിനെ ദൂരീകരിക്കുന്നവൻ, അതിനെ നീക്കിക്കളയുന്നവനില്ല, ഇല്ലാഹുവ അവനല്ലാതെ. അപ്പോൾ ഒരു ദുരിതം ബാധിച്ചാൽ അത് നീക്കിക്കളയുന്നവൻ അള്ളാഹുവാണ്. ഈ യുരിദിക ബി ഖൈരിൻ ഒരു ഖൈറ്, ഒരു ഗുണം, ഒരു നല്ലത്, നന്മ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫലാ റാദ്ദ ലി ഫളിഹി ആ ഔദാര്യത്തെ തടയുന്നവനുമില്ല. യുസീബു ബിഹി മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിനെ നൽകുന്നു, അല്ലെങ്കിൽ ബാധിപ്പിക്കുന്നതെന്ന് തന്നെയാണ് അസാബ യുസീബു എന്നുള്ളതിൻ്റെ മിൻ ഇബാദിഹി തൻ്റെ അടിമകളിൽ നിന്ന്. വഹുവൽ ഗഫൂറു റഹീം അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈമാൻ കാര്യത്തിൻ്റെ അവസാനത്തേതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അൽ ഖദറു, അല്ലേ? അൽ ഈമാനു ബിൽ ഖദരി ഖൈറുഹു വ ശർറുഹു മിനല്ലാഹ്. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. അതിനെപ്പോൾ പഠിയും പറഞ്ഞു. വിഷയം എന്തായിരുന്നു? തൗഹീദാണ് വിഷയം. അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിനെ ഒഴിച്ച് മറ്റു ദൈവങ്ങളെ ആരായിരുന്നാലും എന്തായിരുന്നാലും വരിക്കുന്നവർക്ക് ഇതിനൊന്നും സാധ്യമല്ല. അള്ളാഹു ഒരു ദോഷമണക്കാൻ, ആർക്കെങ്കിലും ഒരു ദോഷമണക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ ദൂരീകരിക്കുന്ന ഒരു മഅബൂദുമില്ല, ഒരു ആരാധ്യനുമില്ല. ഇവർ വാദിക്കുന്ന മാതിരി ഇനി പരമമായ സൃഷ്ടാവായ അധികാരിയായി അള്ളാഹു ഉണ്ട്, എന്നാലും ഓരോന്നിനും ഓരോ ദൈവങ്ങളുണ്ട് എന്നാണല്ലോ പല വിഭാഗങ്ങളുടെയും ദൈവസങ്കല്പം. രോഗമണക്കുന്നത്, ദുരിതമണക്കുന്നത് ഒരു ദൈവം, അനുഗ്രഹം ചൊരിയുന്നത് വേറൊരു ദൈവം.
ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ. എന്നാൽ അള്ളാഹു ഒരു ദുരിതം ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ അതിനെ ദൂരീകരിക്കാൻ മറ്റാരുമില്ല. ലാ മൽജ വലാ മൻജ മിങ്ക ഇല്ലാ ഇലൈക്. ആ പറഞ്ഞത് വളരെ ഗുരുതരമായ ഗൗരവമുള്ളൊരു വാക്കാണത്. നിന്നിൽ മൽജ വല മൻജ മിൻക, നിന്നിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നിന്നിലേക്ക് അഭയം തേടുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. മൽജ അഭയം, മൻജ രക്ഷാകേന്ദ്രം. അപ്പോൾ അള്ളാഹു ഒരു ആപത്തണക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരാലും സാധ്യമല്ല. അത് അവൻ തന്നെ വിചാരിക്കണം. ഒരു നന്മ, ഒരു ഗുണം, ഒരു ഖൈർ അല്ലാഹു തആല ആർക്കെങ്കിലും നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതാരാലും തടയുകയും സാധ്യമല്ല എന്ന ഇസ്ലാമിക വിശ്വാസ കാര്യത്തിലെ ഏറ്റവും അടിസ്ഥാന സിദ്ധാന്തമാണ് ഇവിടെ നമ്മളെ ഉണർത്തുന്നത്. നന്മയും തിന്മയും, അല്ലെങ്കിൽ ഖൈറും ഷെറും, ഗുണവും ദോഷവും അത് അള്ളാഹുവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഇത് പല വിധത്തിൽ അള്ളാഹു നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലണ ദിക്റിലില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹ്, നീ നൽകുന്നതിനെ തടയാനാകൂല ആർക്കും. അത് എന്തായി നൽകുന്ന അനുഗ്രഹം മാത്രമല്ല, രോഗമാണ്, ആപത്താണ്, അപകടമാണ്. അത് തടയാൻ അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കും. അതേമാതിരി വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചതാണെങ്കിൽ അത് മറ്റൊരാളാലും നൽകാനും സാധ്യമല്ല. അത് രോഗമാകാം, വൈകല്യമാകാം, അനുഗ്രഹങ്ങളാകാം. അള്ളാഹു നൽകിയ രോഗങ്ങളും വൈകല്യങ്ങളും മനുഷ്യൻ പഠിച്ച പണി 18 പറ്റിയിട്ട് മാറ്റാൻ സാധിക്കണില്ലല്ലോ. എത്രയോ രോഗങ്ങൾ, എത്രയോ സൃഷ്ടിയിലെ വൈകല്യങ്ങൾ. അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹ് ഞങ്ങളെ കാക്കണേ, രോഗങ്ങൾക്ക് വിധേയരാക്കല്ലേ, വൈകല്യങ്ങൾക്ക് വിധേയരാക്കല്ലേ, ദാരിദ്ര്യത്തിന് വിധേയരാക്കല്ലേ, പട്ടിണിക്ക് വിധേയരാക്കല്ലേ. ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ എല്ലായ്പ്പോഴും കാത്തു രക്ഷിക്കണേ നാഥ എന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളും അത്തരത്തിൽ പ്രാർത്ഥിക്കണം. ഇത് ഒരുപാട്, ഇത് ഖുർആൻ പല സ്ഥലത്തിൽ പറഞ്ഞു. ഇവർക്ക് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞത്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ, അള്ളാഹു മനുഷ്യന് തുറന്നു നൽകുന്ന അനുഗ്രഹങ്ങൾ ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു വെക്കാൻ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു അത് വ്യക്തിക്കായാലും സമുദായത്തിനായാലും സമൂഹത്തിനായാലും രാഷ്ട്രത്തിനായാലും അള്ളാഹു തുറന്നു നൽകുന്ന അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമല്ല. അതേമാതിരി നമ്മുടെ സൂറത്ത് യാസീനില്ലേ, ഈ യുരീദിനി റഹ്മാനു ബിളുറിൻ അല്ലല്ലേ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മൂന്ന് പ്രവാചകന്മാരുടെ അടുക്കൽ ഒരാൾ ഓടി വന്നിട്ട് നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെ തന്നെ. അർ-റഹ്മാൻ, പരമകാരുണികൻ, എന്തെങ്കിലും ദുരിതം എനിക്ക് തരാൻ ഉദ്ദേശിച്ചാൽ അതിനെ ദൂരീകരിക്കാൻ ആരുമില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. ഈ പറയുന്ന 30 കോടി ദൈവങ്ങളിൽ ആരാലും സാധ്യമായതില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടെ. നമ്മളെ മുസ്ലിം സമുദായത്തിലെ തന്നെ ചില അന്ധവിശ്വാസികൾ അവരെവിടേക്കാണ് പ്രാർത്ഥിക്കുക? കുട്ടികൾക്ക് രോഗം വന്നാൽ ഉടനെ ആർക്കാ നേർച്ചയാക്കുക? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളടിയിൽ തന്നെ ഉണ്ട്. നമ്മളടിയിലുണ്ടായിരുന്നു, ഈ സഭയിലുണ്ട് എന്നല്ല, മുസ്ലിം സമുദായത്തിലുണ്ട്. ഇന്ന മക്കബറവാടിക്ക് പോകുന്നവരുണ്ട്, പിന്നെ അജ്മീർക്ക് പോകുന്നവരുണ്ട്. അങ്ങോട്ടൊക്കെ പണ്ടൊക്കെ നേർച്ച വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരുന്നു. അജ്മീർ ദർഗയ്ക്ക് നേർച്ചയാക്കിയവരുണ്ടോ? എന്താ നേർച്ച? കയ്യിന് രോഗം ഉണ്ടെങ്കിൽ കയ്യിൻ്റെ ആകൃതിയിലൊരു വെള്ളിയുണ്ട് ഒരു സാധനം, കാലിന് രോഗം ഉണ്ടെങ്കിൽ കാലിൻ്റെ ആകൃതിയിൽ. ഇതവിടെ എത്തുമല്ലേ എന്നുള്ളത് തന്നെ വേറെ കാര്യം. ഇനി എത്തിയാലോ? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച പാടേയില്ല.
ഇന്നലെ നമ്മളവിടെ ഉണ്ടായിരുന്നാവും നേർച്ച ഉണ്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നടത്താൻ പാടില്ല. അതുകൊണ്ടാണ് ആ നേർച്ചയുടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ആ പോത്തിന് അർത്ഥക്കുന്നത് ബിസ്മില്ല എന്നല്ലേ? ആ പോത്തിന് അർത്ഥം ബിസ്മില്ലല്ലേ? ബിസ്മില്ല അർത്ഥം എന്താ തിന്നണം? ഇനി ബിസ്മില്ല അർത്ഥം തിന്നാന്നല്ലേ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? അതതിൻ്റെ കുറ്റിക്കല ഹറാമായത്. കട്ടുണ്ടെന്ന പോത്തിനെ ബിസ്മില്ല അർത്ഥം ഹലാലാകുമോ? ഇല്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കാൻ പാടില്ല. അങ്ങനെ നേർച്ചയാക്കിയാൽ അത് അവരോട് ഹറാമായി. പിന്നെ ഈ ബിസ്മില്ല അർത്ഥം ഇല്ല എന്നുള്ള അല്ല വിഷയം. നമ്മളൊരു കോഴീനെ കട്ടുകൊടുത്ത് കണ്ട അർത്ഥം ഹലാലാവില്ല. ബിസ്മില്ല അർത്ഥം ഹലാലാകുമോ? ഇല്ല. എവിടെ അത് ഹറാമായത്? കട്ടുകൊടുത്ത് ഹറാമായി. അപ്പോൾ ഈ പോത്തും മൂരിയൊക്കെ എവിടെ ഹറാമായി? ഈ അരിയും ഇറച്ചിയൊക്കെ എവിടെ ഹറാമായി? ഭക്ഷണമൊക്കെ ആർക്ക് വേണ്ടി നേർച്ചയാക്കിയോ അവിടെ ഹറാമായിരിക്കുന്നത്. പിന്നെ ആർക്ക് അള്ളാഹ്ക്ക് നേർച്ചയാക്കാം, അള്ളാഹ്ക്ക് നേർച്ചയാക്കാം. അതിന് നമുക്ക് ബിസ്മില്ല അർത്ഥം ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് ആളുകളായിട്ട് ഗൗരവം മനസ്സിലാക്കാത്തത് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ദുരിതമുണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനാണ് നേർച്ചയാക്കേണ്ടത്, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യായം കൂടി അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു ആരോടായി പറയണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അങ്ങേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത് നമുക്ക് ബാധകമാണ്. അങ്ങേക്ക് അള്ളാഹു തആല ഒരു ദുരിതം ഉദ്ദേശിച്ചാൽ, ദുരിതമണക്കാൻ ഉദ്ദേശിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിനെ ദൂരീകരിക്കുന്നവൻ. കശഫറ നീക്കിക്കളഞ്ഞു എന്ന് അർത്ഥമുണ്ട്, വെളിവാക്കിയത് അർത്ഥമുണ്ട്, നീക്കിക്കളഞ്ഞു എന്ന് അർത്ഥമുണ്ട്. ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അതിനെ നീക്കിക്കളയുന്നവൻ അവനല്ലാതെ ആരുമില്ല. വഇയുരിദിക ബിഖൈറിൻ, ഒരു ഖൈറ്, ഒരു നല്ലത് ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫളിഹി, അവൻ്റെ ഔദാര്യത്തെ, അവൻ നൽകുന്ന ഖൈറാകുന്ന ഔദാര്യത്തെ തടയാനും ആരാലും സാധ്യമല്ല. യുസീബു ബിഹി വയശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകുന്നു. വഹുവൽ ഗഫൂറു, അവൻ ഏറെ പൊറുക്കുന്നവൻ. അതവനെ അവിടെ പറയേണ്ട കാര്യം എന്താണ്? ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി വന്നാൽ അതവൻ സ്വീകരിക്കും എന്നുള്ളതിന് പറയാണ് ഗഫൂറാണ്. കാരണം എന്താണ്? ഗഫൂർ ആകാൻ കാരണം എന്താ? അവൻ റഹീമുമാണ്, മനുഷ്യനോട് ഏറെ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യമുള്ളവൻ സ്വാഭാവികമായും ഗഫൂറുമായിരിക്കും. വഹുവൽ ഗഫൂറു അർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ച് അവന് ചെയ്യേണ്ട ഇബാദത്തുകൾ മുറപ്രകാരം അനുഷ്ഠിച്ച് ജീവിച്ച് ഭരിക്കാൻ നമുക്കെല്ലാവർക്കും നോക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ ധാരാളമായി നമുക്കെല്ലാവർക്കും വർഷിച്ചു തരുമാറാവട്ടെ. അവൻ്റെ ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, അവനിൽ നിന്നുണ്ടാകുന്ന, അവൻ തന്നെ തരുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അവൻ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.